നമസ്കാരം. ആദിമ ക്രൈസ്തവ സഭ ചരിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ശിലാലിഖിതം ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നു. 1800 വർഷം പഴക്കമുള്ളതാണ് ഈ ശിലാലിഖിതം. ഇസ്രയേലിലെ ഒരു ജയിലിൻ്റെ അടിത്തറയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. ഈ ശിലാലിഖിതം ഇപ്പോൾ അമേരിക്കയിൽ ഒരു എക്സിബിഷന് വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ പുരാതന ശിലാലിഖിതം അന്നത്തെ കാലത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. മെഗിഡോ ജയിലിലെ ഒരു തടവുകാരനാണ് ഇത് കണ്ടെടുത്തത്. ചാവുകടൽ ചുരുളുകൾക്ക് ശേഷം കണ്ടെത്തുന്ന ഏറ്റവും പുരാതനമായ ശിലാലിഖിതമാണ് ഇത് എന്നാണ് ഗവേഷകർ പറയുന്നത്. 1947 1956 ഇടയിൽ ചാവുകടലിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ഖിർബറ്റ് കുമറാനടുത്തുള്ള 11 ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ പുരാതന കയ്യെഴുത്ത് പ്രതികളാണ് ചാവുകടൽ ചുരുളുകൾ. BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള ഈ ചാവുകടൽ ചുരുളുകൾക്ക് ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുണ്ട്. ചുരുളുകളിൽ ഭൂരിഭാഗവും ഹീബ്രുവിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ലോകത്തിലെ ബൈബിൾ പാഠത്തിൻ്റെ ആദ്യകാല തെളിവുകളെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ചാവുകടൽ ചുരുളുകളുടെ കണ്ടെത്തൽ പുരാതന കാലത്തെ യഹൂദ ജനതയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിലെ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായി അന്ന് മാറിയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സാഹിത്യ സമ്പത്ത് മുമ്പൊരിക്കലും ഇത്തരത്തിൽ പുറം ലോകത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇസ്രയേലിൽ നിന്ന് കണ്ടെടുത്ത ശിലാലിഖിതത്തിന് 581 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ആദ്യം മുതൽ തന്നെ ജനം വിശ്വസിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായി ഇത് മാറുകയാണ്. ക്രിസ്തുവർഷം 230 ഇത് രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ മത്സ്യത്തിൻ്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. 5000 പേരെ ഊട്ടാനായി ക്രിസ്തുദേവൻ 2 മത്സ്യങ്ങളെ പെരുപ്പിച്ച കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത് എന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. 2005 ജയിലിൻ്റെ അടിയിൽ മറഞ്ഞിരുന്ന ഈ ശിലാലിഖിതം കണ്ടെത്തിയത്. 2025 ജൂലൈ വരെ വാഷിംഗ്ടൺ DC ഒരു മ്യൂസിയത്തിന് ഇത് പ്രദർശിപ്പിക്കാനായി നൽകിയിരിക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ CEO ആയ കാർലസ് കാംബോ ഇതിനെ ചാവുകടൽ ചുരുളുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആദിമ ക്രിസ്ത്യൻ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ വിശ്വാസ രീതികളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒട്ടേറെ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായകമാകും എന്നും ഗവേഷകർ പറയുന്നു. ജയിലിലെ തടവുകാരൻ്റെ കണ്ടെത്തലിൻ്റെ തൊട്ട് പിന്നാലെ 4 വർഷം ഇസ്രായേൽ അധികൃതർ നടത്തിയ പര്യവേഷണങ്ങൾക്കൊടുവിലാണ് ഈ ശിലാലിഖിതം കണ്ടെടുത്തത്. റോമാക്കാർ ജുദയ കീഴടക്കിയ സമയത്ത് അതിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പേരും ഈ ശിലയിൽ ചേർത്തിട്ടുണ്ട്. ഗയാനസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 5 വനിതകളുടെ പേരും ഇതിൽ കാണാൻ കഴിയും. അടുത്ത വർഷം അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിക്കുന്ന ഈ ശില കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സ്ഥിരമായി പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇത്രയും വിശുദ്ധമായ ശിലാലിഖിതം ഇസ്രായേൽ കണ്ടെത്തിയത് അമേരിക്കയിൽ കൊണ്ടുപോയി എക്സിബിഷന് വെച്ചത് എന്തിനാണ് എന്ന വിമർശനവുമായി വലിയൊരു വിഭാഗം ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ പടുകൂറ്റൻ ശിലാലിഖിതം പല കഷ്ണങ്ങളാക്കി മുറിച്ചാണ് കപ്പലിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ഇവ തിരികെ എത്തിച്ചതിന് ശേഷം ഇനി മറ്റെങ്ങും കൊണ്ടുപോകില്ല എന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത്. ഇനി മുതൽ സ്ഥിരമായി ഇത് കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെ പൊതുജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പ്രദർശിപ്പിക്കാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം. ഏതായാലും ആദിമ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗവേഷകർക്കൊക്കെ തന്നെ ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ കണ്ടെത്തൽ എന്നാണ് കരുതപ്പെടുന്നത്.